നമസ്കാരം. പരമശിവന് വളരെ വിശേഷപ്പെട്ടതായ ദിവസമാണ് ശിവരാത്രി. ഈ വർഷത്തെ ശിവരാത്രി ഫെബ്രുവരി 26, അതായത് നാളെയാണ്. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ദുഃഖ ദുരിതങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒഴിയുന്നതായ സമയമാകുന്നു. ഇവരുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കടന്നു വരാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. എവരും ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. എവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാണ്. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ കുടുംബ സൗഖ്യം ജീവിതത്തിൽ വർദ്ധിക്കാവുന്നതായ സമയം. സുഹൃത്തുക്കളുടെ പിന്തുണ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രേയസ് നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. സന്താന സൗഖ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. സൽഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ്. ഭൗതിക രംഗത്തും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. പല തീരുമാനങ്ങളും നിങ്ങൾക്ക് ഈ സമയം എടുക്കേണ്ടതായി വരാം. എന്നാൽ ആ തീരുമാനങ്ങൾ ശ്രദ്ധാപൂർവം കൈക്കൊള്ളേണ്ടതായി വരികയും അത്തരം തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. അധികാരമുള്ള പദവികൾ പ്രതീക്ഷിച്ചതായ സമയത്ത് തന്നെ വന്നു ചേരുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട പിണക്കങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അത്തരം പിണക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായ പ്രയാസങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. ദുർബോധനകൾക്ക് വശംവദരാകാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മക്കളുടെ ശ്രേയസ് നിങ്ങൾക്ക് സന്തോഷം പകരുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പോലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. ഇടവം രാശി. കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിന്റെ ചഞ്ചലത്വം നീങ്ങി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പലവിധ തടസ്സങ്ങളെയും തരണം ചെയ്ത് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയമാണ്. നിങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്ന സമയമാണ്. ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. ആലസ്യം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സമയമാണ്. മനസ്സിനെ പ്രവർത്തന സജ്ജമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പുരോഗതി ജീവിതത്തിൽ ദൃശ്യമാകുന്ന സമയമാണ്. പ്രതീക്ഷിക്കുന്നതായ സഹായം, ആവശ്യമുള്ളതായ ധനം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം കൂടിയാണ് വന്നു ചേരുക. പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത്തരം തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സമയമാണ്. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഉദര രോഗവുമായി ബന്ധപ്പെട്ടോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അനാവശ്യമായ പല നിർബന്ധ ബുദ്ധികളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ തന്നെ ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കർക്കിടകം രാശി. പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാകുന്നു. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശിവരാത്രി മുതൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മാനസികപരമായി കരുത്ത് നേടുവാൻ സാധിക്കുന്ന, ആർജിക്കുവാൻ സാധിക്കുന്ന സമയമാണ് വന്നു ചേരുക. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച്
അനുരഞ്ജനത്തിലൂടെയാണ് എങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ കഴിവുകൾ അഭിനന്ദിക്കപ്പെടുകയോ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുകയോ ചെയ്യുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ സമാധാനക്കുറവ് ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും. ചെലവുകൾ അധികരിക്കും എങ്കിൽ പോലും ശ്രദ്ധയോടെ നീങ്ങുന്നതിനാൽ അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. വ്യാപാരവുമായി ബന്ധപ്പെട്ട് മുന്നേറ്റം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ഉന്നതമായ പദവികൾ വഹിക്കുന്നവരുടെ പ്രീതി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം ലഭിച്ച് തുടങ്ങുന്നതാണ്. ദുർവാസനകളെ തെറ്റായ ചിന്തകളെ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ശുഭവാർത്തകൾ തേടിയെത്താം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കൾ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആഗ്രഹിക്കുന്ന വസ്തുക്കൾ വാങ്ങിയെടുക്കുവാൻ അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ അല്പം അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ കൂടി കടന്നു വരും. ഈ സമയം പരമശിവന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ കാര്യങ്ങൾ അനുകൂലമാവുക, പുതിയ കർമ്മരംഗത്തേക്ക് പ്രവേശിക്കുക, തൊഴിലിടത്ത് കഴിവുകൾ തെളിയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും വീട്ടുവാൻ സാധിച്ചു എന്ന് വരാം. ന്യായമായ പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനം കൈകളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ പ്രശംസ നേരിടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുടെ പിന്തുണ ആർജിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പല പ്രശ്നങ്ങളും തീർപ്പാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അസാധ്യം എന്ന് കരുതുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. വിമർശിക്കാൻ ആളുകൾ ഉണ്ടാകും എങ്കിൽ പോലും അത് തരണം ചെയ്ത പല പ്രവൃത്തികളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. തരക്കേടില്ലാത്ത ആദായം ഉണ്ടാക്കുവാൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ചുമതലകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നാട്ടിലെ ആഘോഷങ്ങളിൽ സജീവമായി തന്നെ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉല്ലാസയാത്രകൾക്ക് അവസരങ്ങൾ ജീവിതത്തിൽ ഒരുങ്ങുന്നതായ സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, അവിട്ടം, തിരുവാതിര എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രതിസന്ധികളെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതിരോധിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഊർജവും സമയവും ചെലവാകും എങ്കിൽ പോലും കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ധനവിനിയോഗവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ശ്രദ്ധയോടെ തന്നെ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പ്രയത്നം ഫലം കാണും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ജോലി ലഭിക്കുവാൻ, പ്രണയ സാഫല്യം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വരുമാനത്തിൽ ഉണ്ടായിരുന്നതായ പലവിധ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നതുമാണ്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സൗഹൃദം നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജോലിയിൽ പുരോഗതി ദൃശ്യമാവുകയോ അല്ലെങ്കിൽ പുതിയ ജോലി അന്വേഷിക്കുകയും അത് അനുകൂലമാവുകയും ചെയ്തു എന്ന് വരാം. കൂടാതെ ആരോഗ്യ കാര്യങ്ങളിൽ ഉയർച്ച വന്ന് ചേരുന്നതായ സമയമാകുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങളിലും മാറ്റം പ്രകടമാകുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത ഈ സമയം പൊതുവിൽ കൂടുതലാണ്. ഈ സമയം സാക്ഷാൽ പരമശിവനെ ആരാധിച്ച് തന്നെ ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ചും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഭഗവാനെ ആരാധിക്കുകയും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക. പ്രത്യേകിച്ചും ഭഗവാന് ഈ സമയം കൂവളമാല ചാർത്തുന്നതും കൂടാതെ ധാരയും പിൻവിളക്കും നടത്തുന്നത് ഉത്തമമാണ്. സാധിക്കുന്നവർ കരിക്കുകൂടി സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക.